131ാമത് മാരാമൻ കൺവെൻഷന്റെ അവസാന യോഗം ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയം നമ്മോടൊപ്പം ചേരുന്നത് മാർത്തോമാ സഭയിലെ സുവിശേഷകനും കൺവെൻഷൻ പ്രാസംഗികനുമായ ഇവാഞ്ചലിസ്റ്റ് സാബു വാര്യാമുരവ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സാബുച്ച, നമസ്കാരം. ഗ്ലോറിയ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സാബുച്ചാന് ഈ കൺവെൻഷനെ ഒന്ന് വിശകലനം ചെയ്യുക പതിവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അതിനുള്ള സമയമാണ്. ഞങ്ങൾ എല്ലാ വർഷവും സാബുച്ചാനെ തേടി വരും. നല്ലൊരു വിശകലനം എപ്പോഴും പ്രേക്ഷകർക്ക് മുമ്പിൽ കൊടുക്കുന്നു. ഈ വർഷം എങ്ങനെയാണ് ഇവിടുത്തെ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും പാട്ടുകൾ എങ്ങനെ വിശകലനിക്കുന്നു? മാരാമൻ കൺവെൻഷന്റെ വാസ്തവത്തിലുള്ള ഉദ്ദേശവും അർത്ഥവും എന്ന് പറയുന്നത് ഇത് സഭയുടെ ശക്തി പ്രകടനമല്ല. ഇത് സമൂഹത്തോടും ഈ രാഷ്ട്രത്തോടുമുള്ള സഭയുടെ സ്നേഹത്തിന്റെ മുദ്രയാണ്, അടയാളമാണ്. ഇവിടെ വരുന്ന ആളുകൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോകാൻ വരുന്നവരല്ല, മറിച്ച് ദൈവകൃപയുടെ അർത്ഥവത്തായ സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തിന്, ഈ രാജ്യത്തിന്, ദേശത്തിന്, സഭയ്ക്ക് എന്ത് അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്നവരും അത് ചെയ്യുവാൻ ഉത്സുകരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭവനമില്ലാത്ത എത്രയോ ആളുകൾക്ക് ഭവനം ചമച്ചു കൊടുക്കത്തക്കവണ്ണം ഈ സഭയുടെ മക്കൾ മുൻകൈയെടുക്കുകയാണ്. ഈ മനോഹരമായ പുഴയുടെ തീരത്ത് സുന്ദരമായ തിരുവെഴുത്തിന്റെ അർത്ഥതലങ്ങളെ ദൈവകൃപയിൽ ചാലിച്ച് ഇത് ഏറ്റെടുക്കുമ്പോൾ അതെല്ലാവർക്കും അനുഗ്രഹവും ഏറ്റവും പ്രയോജനകരവും ആകും എന്ന് വിശ്വസിക്കുന്നു. പാട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വർഷത്തെ ഗാനങ്ങൾ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായിരുന്നു. പുതിയ പാട്ടുകൾ തുലനം ചെയ്യാൻ കഴിയാത്ത പാട്ടുകളാണ്. കൃപയുടെ തണലിൽ എന്നാരംഭിക്കുന്ന അതിമനോഹരമായ ഒരു ഗാനമുണ്ട്, ഏറെ സുന്ദരമാണ്. അങ്ങനെ എത്രയോ പാട്ടുകൾ അത് ഏറ്റവും അനുഗ്രഹീതമായി ജനം നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ കൺവെൻഷനെ സംബന്ധിച്ച് എന്നെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഇതിന്റെ പരിഭാഷ നടത്തുന്ന പ്രിയപ്പെട്ട പട്ടക്കാരാണ്. അത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പ്രസംഗിക്കുന്ന ആളിനേക്കാൾ ദൈവവചനത്തിൽ അവഗാഹമായ ആഴവും പരപ്പും കണ്ടെത്തി അതിനെ ഗ്രഹിച്ച വേദ പണ്ഡിതന്മാരായ ആളുകളാണ് ഇവിടെ ദൈവത്തിന്റെ വചനം ഭാഷാന്തരം ചെയ്യുന്നത്. പ്രസംഗകന്റെ ഉദ്ദേശവും ആത്മാവും ചോരാതെ അതിനെ പങ്കുവയ്ക്കുവാനുള്ള അനിതര സാധാരണമായ ദൈവത്തിന്റെ കൃപ. ബഹുമാനമുള്ള എ.ടി. സക്കറിയാച്ചൻ, മാത്യൂസ് കറിയാച്ചൻ, അങ്ങനെ പ്രഗത്ഭന്മാർ. എന്നാൽ ഈ കൂട്ടത്തിൽ മറക്കാനാവാത്ത ഒരു പേരുണ്ട്. അത് മഹാനായ ഭാഗ്യസ്മരണീയനായ ജെ.സി. കുരുടാമണിൽ അച്ഛന്റെ പേരാണ്. ഭാഷയുടെ സൗന്ദര്യത്തെ അതിന്റെ അർത്ഥത്തിൽ നിന്ന് ചോർന്നു പോകാതെ ഏറ്റവും ഗൗരവത്തോടും നർമ്മ ചിന്തകളോടും കൂടെ പങ്കുവയ്ക്കുവാനുള്ള അച്ഛന്റെ കഴിവ് വളരെയധികം ഉയർന്നു നിൽക്കുന്നു. അതൊരു മഹാപ്രവാഹമായിരുന്നു, അനുസ്യൂതമായ ഒരു വലിയ ഒഴുക്കായിരുന്നു. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള ഭാഷാന്തരങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഇന്നും പിടിച്ചു നിർത്തുകയാണ്. ഈ വാസ്തവത്തിൽ അച്ഛനെ ഇപ്പോഴും മിസ് ചെയ്യുകയാണ്. അങ്ങനെ എത്രയോ പരിഭാഷകൾ പ്രസംഗിക്കുന്നയാളിന്റെ ഉദ്ദേശത്തെ നഷ്ടപ്പെടുത്താതെ, അതിന്റെ ആ ചാരുത ചോർന്നു പോകാതെ കൊടുക്കുന്ന ഈ വലിയ ശുശ്രൂഷ മാരാമണ്ണിന്റെ മണപ്പുറത്ത് ഇനിയും ശക്തമായി സന്ദേശങ്ങൾ ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് മാത്രമല്ല, വരുംകാല കൺവെൻഷനുകളിൽ നമ്മുടെ പ്രഗത്ഭരായ പട്ടക്കാർ, കൺവെൻഷൻ പ്രസംഗങ്ങൾ ചെയ്യുന്ന അനേക പട്ടക്കാരുണ്ട്. നറുക്കിട്ട് ഒരു വർഷത്തിൽ ഒരാൾക്കെങ്കിലും ഒരു രാത്രി സന്ദേശത്തിന് അവസരം കൊടുത്താൽ അതേറെ ധന്യവും സഭയ്ക്ക് മുതൽക്കൂട്ടാകും എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കരുണ കൂടെ ഇരിക്കട്ടെ. 131ാമത് മാരാമൻ കൺവെൻഷന്റെ സമാപന യോഗത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം. ഗ്ലോറിയ ന്യൂസിനോട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനത്തെ വാഴ്ത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പരിപാലന